ഇന്ന് രാവിലെ പുന്തലത്താഴം വരെയൊന്ന് വന്നു കേട്ടോ. അതായത് എനിക്കിന്ന് ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കണമായിരുന്നു. അപ്പം രാവിലെ കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷം മാർക്കറ്റിൽ കയറി കുറച്ച് മീനോ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി. ഇവിടെ ഞാൻ വന്നിട്ട് കുറേ നാളായി കേട്ടോ. അതുകൊണ്ട് തന്നെ വിശേഷങ്ങൾ പറയാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കും, എല്ലാവർക്കും നമ്മളെ അറിയാം കേട്ടോ. ഇവിടെ വന്നുള്ള പരിചയമാണ്, അല്ലാതെ എങ്ങനെ പരിചയപ്പെടാനാ. അങ്ങനെ ഇവിടെ വന്ന് എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് മീനും പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ മീനാണെങ്കിൽ കുറേ ദിവസമായിട്ട് മേടിച്ചിട്ട് തന്നെ നമ്മുടെ അവിടെ അങ്ങോട്ടൊന്നും ഇങ്ങനെ അധികം കൊണ്ടുവരുന്നതേ ഇല്ല. റോഡിൽ കൂടെ പോകുമെന്ന് തോന്നും. നമ്മളങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് അവരവരുടെ പാട്ടിന് പോകും കേട്ടോ. അതുകൊണ്ട് പിന്നെ മാർക്കറ്റിലേക്ക് വന്നാലേ മേടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ നേരത്തെ കല്ലുംതാഴത്ത് ഇന്ന സമയത്ത് ഞാൻ മൂന്നാംകുറ്റി പോയി മീനൊക്കെ മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. കുഞ്ഞിനില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ നമുക്ക് നടന്നു വരാനുള്ള ദൂരം അല്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞിനുണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിലോട്ട് വരാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളവിടെ നിന്ന് മീനൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ബീഫ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടപ്പുറത്തോട്ട് തന്നെ മരിച്ചീനി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതും വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വിട്ടു. ഇനി നമുക്ക് ഒരു വട്ടം കൂടെ ബ്ലഡ് ടെസ്റ്റിന് പോകാനുണ്ട്. അപ്പോൾ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി എന്ന് വിചാരിച്ചു. 2 മണിക്കൂർ ഉണ്ടല്ലോ. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുക്കുമായിരുന്നു, ബീഫും മീനും ഒക്കെ. അപ്പോൾ ഇന്ന് ബീഫ് കറിയൊക്കെ വെക്കാമെന്ന് കരുതി. പിന്നെ അനീത്തി നാട്ടിൽ നിന്ന് വന്നിട്ട് ഫംഗ്ഷൻ കഴിഞ്ഞ് അവൾ പോയില്ല. അവൾ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കാണെങ്കിൽ ബീഫും കപ്പയും കഴിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കൊതിയാണ്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. ചേട്ടൻ കേൾക്കാത്ത പാതി കേട്ട പാതി ഉടനെ പറഞ്ഞു നമുക്ക് നിന്ന് അത് തന്നെ മേടിക്കാമെന്ന്. അങ്ങനെയാണ് ബീഫും കപ്പയും മേടിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ബീഫും പൊറോട്ടയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കൊടുത്തെങ്കിലും നമ്മൾ വീട്ടിൽ കറി വെച്ചൊന്നുമില്ല. അപ്പോൾ ഇന്ന് അതൊക്കെ വെച്ച് കറിയൊക്കെ വെച്ച് സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. പിന്നെ രാവിലത്തെ ഫുഡിന് നമുക്കിന്ന് പുട്ടാണെങ്കിൽ പലതരം പുട്ടുകളാണ്. വെള്ളപ്പുട്ടുണ്ട്, അതായത് അരിപ്പുട്ടുണ്ട്, റാഗിപ്പുട്ടുണ്ട്, ചോളപ്പുട്ടുണ്ട്. ഇന്നത്തെ റാഗിപ്പുട്ടാണ് ഞാൻ കഴിച്ചത്, വെള്ളപ്പുട്ടാണ് കുഞ്ഞൻ കഴിച്ചത്. അമ്മയ്ക്കാണ് ചോളപ്പുട്ട്. ഞങ്ങൾ രണ്ടുപേരും ചോളത്തിൻ്റെ അങ്ങനെ കഴിക്കാറില്ല. ചോളത്തിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇതെന്തോ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു പൊടി. അതുകൊണ്ട് അത് കഴിക്കാറില്ല കേട്ടോ. അങ്ങനെ പുട്ടും കടലക്കറിയല്ല, കടല റോസ്റ്റായിരുന്നു. സംഭവം രണ്ടും കൂടി അടിപൊളിയാണേ. പിന്നെ കഴിഞ്ഞ കുറേ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് പേർക്കും പല പല സംശയങ്ങളായിരുന്നു. അതായത് ശരണിക്ക് 2 അനീത്തിമാരല്ലേ ഉള്ളൂ, പിന്നീട് മൂന്നാമത്തെ ഒരാൾ ആരാ, അതോ അനീത്തിയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ. അതും എൻ്റെ അനീത്തി തന്നെയാണ് കേട്ടോ. ചിറ്റയുടെ മോളാണ്. ഒരു അനീത്തി മാത്രമല്ല, ഇനി 2 ആങ്ങളമാരും കൂടെ ഉണ്ട്. അതായത് ഞങ്ങൾ മൊത്തത്തിൽ 6 പേരാണ്. ഈ അനീത്തി ചേട്ടത്തി മക്കൾ എന്നുള്ള രീതിയിലൊന്നും അല്ല കേട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ അമ്മമാരും. അപ്പോൾ അമ്മയായാലും ചിറ്റയായാലും മമ്മിയായാലും ഞങ്ങൾ 6 പേരെയും ഒരേപോലെയാണ് കാണുന്നത്. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ഒരേപോലെ തന്നെ കേട്ടോ. ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏറെക്കുറെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമുക്ക് 2-3 നൈറ്റീസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ഇത് തന്നിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസമെങ്കിലും ആയി കാണുമായിരിക്കും. ഞാൻ പൊട്ടിച്ച് നോക്കിയത് പോലും ഇല്ലായിരുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകൾ അധികമായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഒന്നിനും ഒരു മൂഡും ഇല്ല, ഒന്നിനും സമയവും കിട്ടുന്നില്ല. രാത്രിയിൽ നിന്ന് ഉറക്കമേ ഇല്ലാത്ത രാത്രികളാണ് ഇപ്പോൾ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഉറങ്ങാനും കൂടെ കഴിയാതാകുമ്പോഴത്തേക്ക് തലയ്ക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാം കൊണ്ട് ഈ പകൽ സമയവും ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ വീഡിയോസൊന്നും എടുക്കാനും പറ്റുന്നില്ല. അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് നമ്മളിപ്പം ലോങ് വീഡിയോ, അതായത് വ്ളോഗുകളൊന്നും അങ്ങനെ ഇടാത്തത്. മിനി വ്ളോഗിലങ്ങ് ഒതുക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. പിന്നെ പറ്റുന്ന പോലെയൊക്കെ ഇടാൻ നോക്കാം. പലരും പറയാറുണ്ട് എല്ലാ ദിവസവും വീഡിയോസ് ഇടണമെന്ന്. എനിക്ക് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല കേട്ടോ, പറ്റാത്തതായതുകൊണ്ടാണ്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴായിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ നോക്കാം. അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അമ്മ ഇവിടെ ബീഫ് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് പിന്നെ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചീനിയൊക്കെ ഒന്ന് പൊളിച്ച് വൃത്തിയാക്കിയൊക്കെ എടുത്തൊന്ന് അരിഞ്ഞെടുക്കാമെന്ന് കരുതി. അങ്ങനെ അത് ഞാൻ പൊളിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് അമ്മ ബീഫൊക്കെ കഴുകിയിട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ അരിഞ്ഞോളാം, ഇനി നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനത് കൊടുത്തു. അമ്മ പിന്നെ അതെല്ലാം ഒന്ന് അരിഞ്ഞ് പെട്ടെന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞ് പിന്നെ ഉള്ളി പൊളിക്കാൻ ഞാനും കൂടെ പോയി. എൻ്റെ അനിയത്തിയാണെങ്കിൽ അവിടെ ഇരുന്ന് ഉള്ളി പൊളിക്കാനാണെന്നും പറഞ്ഞ് പോയി കഴിഞ്ഞാൽ മണിക്കൂറുകൾ എടുക്കും കേട്ടോ അവളൊന്ന് പൊളിച്ച് കഴിയാൻ വേണ്ടിയിട്ട്. വല്യുള്ളി പിന്നെയും പെട്ടെന്ന് പൊളിക്കും, പക്ഷെ കുഞ്ഞുള്ളി ആണെങ്കിൽ അവൾക്ക് പൊളിക്കാൻ ഭയങ്കര പാടാണ്. ഒരെണ്ണം തന്നെ ഇങ്ങനെ കൊണ്ടിരിക്കും. ഇവിടെ പാട്ടൊക്കെ ഇട്ട് തകർത്തിരുന്ന് പാട്ട് പാടിക്കൊണ്ടൊക്കെ ഇരുന്നാണ് ചെയ്യുന്നത്. കോപ്പിറൈറ്റ് ആയതുകൊണ്ടാണ് നിങ്ങളെ കേൾപ്പിക്കാത്തത്. ഇല്ലെങ്കിൽ അവൾ പാടുന്ന പാട്ടും കൂടെ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു തന്നെ. ഭയങ്കര കോമഡിയാണ്. ഏത് സമയം ഇവിടെ ഭയങ്കര പാട്ടാണ്. പിന്നെ അവളുടെ ഒരു സൈഡിൽ ഞാനും ചെന്ന് ഇരിപ്പുണ്ട്. കുഞ്ഞുള്ളി
ഉള്ളിയൊക്കെ ഞാൻ പൊളിച്ച് പെട്ടെന്ന് എടുക്കാമെന്ന് കരുതി. ഇല്ലെങ്കിൽ ഇന്നൊന്നും ആവത്തില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് പൊളിച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നീട് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കയ്യൊറയിട്ട് അരിയുന്നത് തന്നെയാണ് ഭയങ്കര എളുപ്പം കേട്ടോ. നമ്മുടെ ഈ കട്ടിംഗ് ബോർഡിലിരുന്ന് വെച്ച് അരിയുന്നതിനെക്കാട്ടിയും എനിക്ക് കയ്യൊറയിട്ട് നമുക്ക് പെട്ടെന്ന് കൈ കൊണ്ടങ്ങ് അരിഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് ഷടപടേന്നാവും. കട്ടിംഗ് ബോർഡാണെങ്കിൽ എനിക്ക് ഭയങ്കര പാടാണ്. പക്ഷെ ഞാൻ കട്ടിംഗ് ബോർഡ് വെച്ച് അരിയൊക്കെ ചെയ്യും. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയ്യൊറയിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാ എളുപ്പമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഉള്ളിയും കൂടെയൊക്കെ അരിഞ്ഞെല്ലാം എടുക്കുന്നുണ്ട്. ഇന്ന് വലുതായിട്ട് കണ്ണെരിഞ്ഞതേ ഇല്ല, എന്താണെന്ന് അറിയത്തില്ല. മറ്റേത് അങ്ങോട്ട് ഉള്ളി അരിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലാസ്റ്റ് അരിഞ്ഞ് തീരുന്ന വരെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ. പക്ഷേ ഇന്ന് അങ്ങോട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നീട് ഞങ്ങൾ ലാബിൽ പോകാൻ ഇറങ്ങി. അപ്പോൾ രാവിലെ ഫാസ്റ്റിംഗ് മാത്രമല്ലേ നമ്മൾ എടുത്തിട്ടുള്ളായിരുന്നു. ഇനി ഫുഡ് കഴിച്ചതിന് ശേഷം ഉള്ളത് ഇനിയുണ്ട്. അപ്പോൾ ഇതിന് അത് കഴിഞ്ഞിട്ടുള്ളത് പോയി എടുക്കാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ 12:30 ആയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ രാവിലെ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത്. പക്ഷെ താമസിച്ചാണ് പോയത് തന്നെ. എന്തെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോഴേ കുഞ്ഞിന് അനക്കക്കുറവുള്ളതുപോലെയൊക്കെ അങ്ങ് ഫീൽ ചെയ്യായിരുന്നു. ചിലപ്പോൾ എൻ്റെ കുഞ്ഞ് കിടന്ന് ഉറങ്ങുമായിരിക്കും. രാവിലെ ഞാൻ തണുത്ത വെള്ളമൊക്കെ കുടിച്ച് സെറ്റാക്കി കുഞ്ഞിനെ ഉണർത്തി. കുഞ്ഞിനെ പ്രാവുന്നുണ്ടായിരിക്കും. ഈ തള്ളയ്ക്ക് വേറെ പണിയൊന്നും ഇല്ല, എന്നെ ഉറങ്ങാനും സമ്മതിക്കത്തില്ല, ഇതൊക്കെ ആയിരിക്കും അത് വിചാരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമുക്കുള്ള ടെൻഷൻ അതിന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് ഞാനത് ഉറങ്ങിക്കിടക്കുകയാണെങ്കിലും ഉണർത്തിയൊക്കെ നോക്കും. കാരണം എനിക്ക് ടെൻഷൻ അടിച്ച് ചാവാൻ വയ്യാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഡോക്ടറെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ തണുത്ത ആഹാരം എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഐസ്ക്രീം എന്തെങ്കിലും കഴിക്കുക, ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തെങ്കിലും കഴിക്കുമ്പോഴത്തേക്ക് കുഞ്ഞിന് അനക്കം ഉണ്ടാവും എന്നുള്ള രീതി പറഞ്ഞായിരുന്നു. മധുരം കഴിക്കുകയോ ഇല്ലെങ്കിൽ നമ്മൾ ചൂടുവെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞിന് ചൂടുവെള്ളം അടുത്തോട്ട് പോയാൽ പോലും ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തണുത്തത് എന്തെങ്കിലും കഴിച്ചാൽ മാത്രമേ അവൻ അനങ്ങത്തുള്ളൂ കേട്ടോ. അവനെന്നൊക്കെ പറയുന്നു, അവനാണോ അവളാണോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് രാവിലെ തണുത്ത വെള്ളം കുടിച്ച് അവനെ ഉണർത്തിയതിന് ശേഷമാണ് പിന്നീട് നമ്മൾ ലാബിലോട്ട് പോയത് തന്നെ. അങ്ങനെ ലാബിൽ പോയി ബ്ലഡൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വന്നു. അപ്പോഴേക്കും കറിക്കുള്ളതൊക്കെ അമ്മ കുക്കറിനകത്താക്കി അടുപ്പത്താക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾക്ക് അമ്മ മോരും വെള്ളമൊക്കെ അടിച്ച് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതും കുടിച്ചൊക്കെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് കറിയും ബീഫ് ഫ്രൈയും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചക്കലത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയായി. അതിൽ നിന്ന് ബീഫ് ഫ്രൈ ഒക്കെ കണ്ടാൽ എനിക്ക് അപ്പോഴേ എടുത്ത് കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ 2 ഞാനും കഴിച്ചു, ഒരെണ്ണം കൊണ്ട് കുഞ്ഞിനും കൊടുത്തു. കുഞ്ഞിനെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബീഫ് ഫ്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇച്ചിരിയും ചോറും ഇച്ചിരിയും കപ്പയും എടുത്തിട്ടുണ്ട്. ബീഫ് കറിയോ മീൻ കറിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചോറ് കഴിക്കാം. അതും കപ്പയൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പുരട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത്തിരി എടുത്തത്. അമ്മ എനിക്ക് ഇട്ടതിൽ നിന്ന് പകുതി പിന്നെയും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടാണ് കുറച്ചെടുത്തത്. വിശന്നാലും വേണ്ടില്ല, കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടോ. അമ്മ എനിക്ക് ദോശ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു, അതായത് റവയുടെ ദോശ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ദോശയൊന്നും വേണ്ട, ഇന്ന് എനിക്ക് ഇത്തിരി ചോറ് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ചോറ് കഴിക്കാതെ ദോശ എങ്ങനെ കഴിക്കാൻ തോന്നും? അതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്ന് ചോറ് കഴിക്കുന്നുണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്, എനിക്കാണെങ്കിൽ ഷുഗർ കുറഞ്ഞു കേട്ടോ, നോർമലായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ ഹൈയിൽ പോയിട്ടൊന്നും ഇല്ല. പലരും മെസ്സേജ് അയച്ച് പേടിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കങ്ങനെ പേടി അങ്ങനെ ആയിട്ടൊന്നും ഇല്ല കേട്ടോ. ഷുഗർ കൂടിയതിൻ്റെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ കുഞ്ഞിന് വെയിറ്റ് എങ്ങാനും കൂടി കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പം വരുമോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് വലിയ ഹൈയിൽ പോയിട്ടില്ല. എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് വന്നത് 160-ലാണ്, അതായത് ആഫ്റ്റർ ഫുഡിന് ശേഷം. ഫാസ്റ്റിംഗ് എനിക്ക് അത്രയൊന്നും വന്നിട്ടില്ല. 100 ആ റേഞ്ചിലൊക്കെ നിന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പം എന്തായാലും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഇത്തിരി കപ്പയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ അങ്ങ് പോകട്ടെ എന്നാണ് ഡോക്ടറും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. എൻ്റെ അനിയത്തിയുടെ മുഖത്ത് ഒരു ചിരിങ്ങൾ കണ്ടോ, കപ്പയും ബീഫ് കറിയും കൂടെ കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷമാണ് അവളുടെ മുഖത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഒന്ന് മയക്കത്തിലൊക്കെ ആയിരുന്നു. കുറച്ച് നേരം കിടന്നു. അത് കഴിഞ്ഞ് സിനിമയൊക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ മാങ്ങ കൊണ്ടുവന്നു. ഇത് നമ്മുടെ കായംകുളത്ത് നിന്ന് കൊണ്ടുവന്ന മാങ്ങ കേട്ടോ. അച്ഛനും അമ്മയൊക്കെ ഇപ്പോൾ വന്നില്ലായിരുന്നു വളകാപ്പിന്. അപ്പോൾ അവിടെ മുറ്റത്തൊരു മാങ്ങയുണ്ട്, നല്ല പുളിയാണ്. പക്ഷെ ഒരു കർപ്പൂര മാങ്ങയുടെ ഒരു മണമൊക്കെ ആട്ടോ. ഇത് പഴുപ്പിച്ച് കഴിക്കാനൊക്കെ നല്ലതാണ്, പക്ഷെ അങ്ങോട്ട് പഴുപ്പിക്കാൻ പറ്റത്തില്ല, പുഴുത്തു പോവും. ഇപ്പം എന്തായാലും പഴുക്കുന്നതിന് മുന്നേ വിളഞ്ഞ ഒരു വരുന്ന സമയത്തെ അങ്ങ് പറിച്ച് വെച്ച് അങ്ങനെ കൊണ്ടുവന്ന കേട്ടോ. ഇത്തിരി ഒന്ന് പഴുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അത് ഞാൻ ഒരെണ്ണേ കഴിച്ചോളൂ, കുഞ്ഞൻ കഴിച്ചു. അത് കഴിച്ച് നന്നായിട്ട് ഷുഗർ കൂടുമല്ലോ. പിന്നെ 50 രൂപയുടെ മലക്കറി നമ്മൾ രാവിലെ മേടിച്ചാണേ നല്ല ലാഭം ഉണ്ടായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.